എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം 30-ാമത് വാക്യം. അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു, ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു എന്നുള്ള വചനമാണ്. ആരാണ് അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ആരാണ് അനർത്ഥകാലത്ത് കഴിഞ്ഞു പോകുന്നത്? ആരാണ് അനർത്ഥത്തിനു മുൻപ് കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വാക്കുകൾ പറയുന്നത് തിന്മ കൈമുതലാക്കിയിരിക്കുന്ന വ്യക്തികൾ അനർത്ഥ ദിവസം വരുമ്പോൾ അതിൽ നിന്ന് അവരൊഴിഞ്ഞു പോകുന്നു എന്നാണെങ്കിൽ, പ്രവാചകനായ യെശയ്യാവ് 57-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിനു മുൻപേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നോർപ്പിക്കുകയാണ്. ഭക്തിയോടെ ജീവിക്കുന്നതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, നീതിയോടും നിർമ്മലതയോടും ജീവിക്കുന്നതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിൻ്റെ മുൻപിൽ അവർക്ക് താങ്ങുവാൻ കഴിയാത്തതും അവർക്ക് വഹിക്കുവാൻ കഴിയാത്തതുമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും അവരുടെ മുൻപിലേക്ക് കടന്നു വരുന്നു എങ്കിൽ, ആ കഷ്ടതയ്ക്ക് മുൻപ്, ആ വേദനകൾക്ക് മുൻപ് അവനെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു എന്ന് ആ വാക്യം ഓർപ്പിക്കുമ്പോൾ, ഇയ്യോബ് പറയുന്ന വാക്കുകൾ കഷ്ടതയുടെ നടുവിലൂടെ അവസാനമില്ലാതെ നടന്നു നീങ്ങുന്ന, പരിഹാരമില്ലാതെ നടന്നു നീങ്ങുന്ന ഒരു ദുഷ്പ്രവർത്തിക്കാരനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, രക്ഷപ്പെടുവാനുള്ള ഒരു സാധ്യതയും മുൻപിലില്ല എന്ന് ചിന്തിക്കപ്പെടുന്നതായ സാഹചര്യത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ തൻ്റെ സമീപത്തേക്ക് കടന്നു വന്ന്, ഭയപ്പെടേണ്ട, ഈ അനർത്ഥകാലത്ത്, ഈ കഷ്ടകാലത്ത്, ഈ വേദനാകാലത്ത് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നും ഞാൻ നിന്നെ വിടുവിക്കുമെന്നും പറയുന്ന ശക്തമായ ദൈവശബ്ദം ആ വാക്കുകൾക്കകത്ത് കാണുവാനായിട്ട് കഴിയുകയാണ്. 27-ാം അധ്യായം 24, 44 ഒക്കെ വാക്യങ്ങളിൽ ആ വാക്കുകൾ, ആ ചിന്തകൾ വ്യക്തമാക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭക്തിയോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്,
നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത അനർത്ഥങ്ങളുടെ കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനു മുൻപ് നമ്മെ സമാധാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദൈവം അല്ല. മറ്റൊരു കാര്യം ഓർപ്പിച്ചത്, കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. തിന്മ പ്രവർത്തിച്ച് ജീവിതം മുഴുവൻ വേദന നിറഞ്ഞ യാത്രകളിലൂടെ ആയിരിക്കുകയല്ല. ദൈവത്തോടു കൂടെ വസിച്ച് വിടുതൽ അനുഭവിപ്പാൻ ദൈവസന്നിധി സമർപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, എത്ര കാലം ജീവിച്ചെന്നല്ല, അനർത്ഥത്തിനു മുൻപ് ഞങ്ങൾക്ക് സമാധാനത്തിൽ പ്രവേശിക്കുന്ന ഒരു അനുഭവമാക്കി ഞങ്ങളുടെ ജീവിതത്തെ തീർക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.